ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തേതൊരു മോർണിംഗ് വ്ലോഗാണ്. കിച്ചണിലേക്ക് എത്തിയ ഉടനെ തന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ചെറിക്ക് പണിയുണ്ട് കേട്ടോ, അപ്പോൾ ചോറ് കൊണ്ടുപോകണം. അപ്പം ആദ്യം തന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കറിക്ക് വേണ്ടിയിട്ട്. അത് ആദ്യം ഒന്ന് കുക്കറിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗ്രീൻ പീസൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അരിയൊക്കെ കഴുകുകയാണ് കേട്ടോ. അരി കഴുകി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ അത് എടുക്കാമല്ലോ. പെട്ടെന്ന് വേവുന്ന അരിയാണ് കേട്ടോ. ഇനി ഒരു തേങ്ങ പൊളിക്കണം. ഇത് നമ്മുടെ ഗ്രീൻ പീസുകളുള്ളതാണ് കേട്ടോ. മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മദ്രസ ഇല്ല. അപ്പം അവരൊന്നും എണീറ്റിട്ടില്ല. അവരൊക്കെ വിളിക്കണം നിസ്കരിക്കാനും വേണ്ടിയിട്ട്. തേങ്ങ വെട്ടുന്ന ടൈമിൽ അവരുണ്ടെങ്കിൽ എനിക്ക് തേങ്ങാ വെള്ളമൊന്നും കിട്ടില്ല കേട്ടോ. ഇന്നത്തെ വെള്ളം ഞാൻ അങ്ങോട്ട് കുടിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ കുറച്ച് വേലിച്ചീര പറിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ തലേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ചീര പറിച്ചിട്ട് താളിക്കൊണ്ടു പണിക്ക് പോകുമ്പോൾ ചോറിന് വേണ്ടിയിട്ട് കേട്ടോ. ഇന്നലെ രാത്രി കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് കുറച്ച് ഞാൻ ചെറിക്ക് പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ചോറിന് ചീര താളിപ്പും ബീഫ് വരട്ടും കൂടെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഇതിവിടെ ആർക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലിയമോള് ഉണർന്നതുകൊണ്ട് അതിന് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് നമ്മുടെ ഗോതമ്പ് ദോശ തന്നെയാണ്. അങ്ങനെ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ബീഫ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കോഴിക്കളെയും താറാവിനെയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു മുട്ട കിട്ടിയത് നമ്മുടെ താറാമുട്ടയാണ് കേട്ടോ. അതിനുശേഷം ചെറിക്കുള്ള ചോറൊക്കെ ആക്കുകയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഉപ്പിലിട്ട മാങ്ങയും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ. ബീഫ് വരട്ടും ഉപ്പിലിട്ട മാങ്ങയും പിന്നെ നമ്മുടെ ചീരത്താളിപ്പും. ഒരു ബോട്ടിലിൽ വെള്ളം ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ബാഗിലാക്കി കൊടുക്കണം. അങ്ങനെ ചെറിൻ്റെ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് ചെറി പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു 7:45 ആകുമ്പോഴേക്കും ഇറങ്ങും. ഓരോ ദിവസവും വേറെ വേറെ സ്ഥലത്തായിരിക്കും കേട്ടോ പണി. ദൂരം അനുസരിച്ച് ടൈമിനൊക്കെ വ്യത്യാസം വരാം ഇറങ്ങുന്ന ടൈമിന് കേട്ടോ. അങ്ങനെ ചെറിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു. നാത്തൂനും മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരുപാടൊന്നുമില്ല, ഒരു കുഞ്ഞു വ്ളോഗാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്